ഹായ് ഫ്രണ്ട്സ്, ഷീബാസ് കാറ്റലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യലായൊരു വീഡിയോ ആണ്. സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റിയല്ല, എനിക്കൊരുപാട് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. ഞാനിന്നൊരു ഡോക്ടറുടെ വീട്ടിലാണ്. ഒരു പേഷ്യൻറ്റിൻ്റെ കൈകൊണ്ട് അതിദാരുണം കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദന. നമുക്ക് എല്ലാവർക്കും അതൊരു വലിയൊരു നോവായിരുന്നു. അതിന് പിന്നെ പ്രത്യേകിച്ച് ഇതുപോലെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ, കാരണം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നവർക്കറിയാം എത്രമാത്രം അവരെത്ര സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ വന്ദനയുടെ ഒരു ഇൻസിഡൻറ്റോട് കൂടി നമ്മളിവിടെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഡോക്ടർ കിക്ക് ബോക്സിങ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം എത്തി നിൽക്കുന്ന ഒരു ലെവലെന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്. ഒരുപാട് ആളുകൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ലൈഫാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, ഡോക്ടറെ പരിചയപ്പെടുകയും കൂടെ ചെയ്യാം. ഇതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഡോക്ടർ അനു. നമസ്കാരം ഡോക്ടറെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഡോക്ടറോട് ചോദിക്കാറുണ്ട്. കാരണം ഇത് ശരിക്കും ഒരു മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കല്ല, ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് ആണ് ഇത് കേട്ടിട്ട്. അപ്പോൾ ഡോക്ടറുടെ ഈ ഒരു ജേണിയെക്കുറിച്ച് ഒന്ന് പറയുമോ? അതായത് ഇപ്പം വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ അതേക്കുറിച്ച് പറയണം. അതുകൂടാതെ ഡോക്ടറെ ഈ ഒരു കിക്ക് ബോക്സിങ്ങിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം. ഞാൻ ഡോക്ടർ അനു, CHC കൂടല്ലൂർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. മുമ്പ് വർക്ക് ചെയ്ത തോട്ടയ്ക്കാടാണ്. സർവീസിലായിട്ട് ഏകദേശം 5 വർഷമായി. ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ ഈ ഫീൽഡിൽ, അതായത് കിക്ക് ബോക്സിങ്ങിൻ്റെ ഫീൽഡിലായിട്ട് കുറച്ചായിട്ടുണ്ട്. അതായത് സൺഡേസിൽ മാത്രമായിട്ട് ഞാൻ ഏകദേശം 2-3 വർഷം ആ ഒരു രീതിയിൽ പോയതിന് ശേഷമാണ് ഇപ്പോഴാണ്, അതായത് വന്ദനയുടേതിന് ശേഷമാണ് സെൽഫ് ഡിഫെൻസ് എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ തുടങ്ങിയതും. അതൊരു കറക്ഷനാണ്. അതായത് സെൽഫ് ഡിഫെൻസ് എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ കാണാൻ തുടങ്ങിയതും ഇത്ര സീരിയസ് ആയിട്ട് എടുത്തതും വന്ദനയുടെ മരണത്തിന് ശേഷമാണ്. മരണം 1-2 വർഷമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് തുടങ്ങിയത് കോവിഡിന് ശേഷം, അതായത് നമ്മുടെ ആ ഒരു ഞങ്ങൾ കോവിഡ് ഡ്യൂട്ടിയൊക്കെ എടുത്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് നല്ല സ്ട്രെസ്സിലൂടെയാണ് നമ്മളെല്ലാവരും, കേരളമല്ല ലോകം മൊത്തം അന്ന് സ്ട്രെസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഒരു 2ാമത്തെ പ്രസവമൊക്കെ കഴിഞ്ഞു. ഞാൻ ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ ഒത്തിരി ഡൗൺ ആയിട്ടിരുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് റീഗെയിൻ ചെയ്യേണ്ടിയിട്ട് ജിമ്മൊക്കെ ജോയിൻ ചെയ്ത് നോക്കി. അതുപോലെ തന്നെ ഒത്തിരി യോഗ അല്ലെങ്കിൽ ഒരു ഡീസ്ട്രെസ്സിങ് ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അതൊന്നും എനിക്ക് വർക്കാവുന്നില്ലായിരുന്നു. പലർക്കും പലതാണല്ലോ വർക്കാവുന്നത്. അപ്പം എനിക്കതൊന്നും വർക്കാവുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് കിക്ക് ബോക്സിങ്, പുതിയൊരു സ്പോർട്സ് പഠിക്കാമല്ലോ എന്നുള്ള രീതിയിൽ കിക്ക് ബോക്സിങ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പാലായിൽ സൺഡേസ് മാത്രം ഏകദേശം 2 മണിക്കൂർ വെച്ച് പോയി തുടങ്ങി. പക്ഷേ ആ സൺഡേസിൽ നമ്മൾ ഭയങ്കര കെയർ ഫ്രീ ആയിട്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട്, സ്ട്രെസ് റിലീവ്ഡ് ആയിട്ട് ഉറങ്ങുന്നു എന്ന് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ സൺഡേസിൽ മാത്രം പോയി തുടങ്ങി. അതിന് ശേഷം പിന്നീടാണ് ഈ ഏകദേശം 1-2 വർഷമായല്ലോ വന്ദനയുടെ സംഭവത്തിന് ശേഷം, അവളുടെ മരണത്തിന് ശേഷമാണ് ഞാനിതിനെ ഇത്രയും സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് എനിക്ക് സെൽഫ് ഡിഫെൻസ് എന്നുള്ള രീതിയിൽ ഇതിനെ സീരിയസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇറങ്ങിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാനിതുപോലെ നല്ലൊരു ഗുരുവിനെ തപ്പി. അതായത് ഞാൻ മുൻപ് പ്രാക്ടീസ് ചെയ്തിരുന്നത് പാലായിലാണ്. അപ്പോൾ എനിക്കിനി കുറച്ചുകൂടെ ഹയറായിട്ട് പോകണം. അപ്പോൾ എൻ്റെ പഴയ മാസ്റ്റർ തന്നെ സജസ്റ്റ് ചെയ്ത് ഞാൻ സന്തോഷ് കുമാർ മാസ്റ്ററിൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം കേരള കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ പ്രസിഡൻ്റാണ്. ഒതൻറ്റിക് ആയിട്ടുള്ള കിക്ക് ബോക്സിംഗ് ക്ലാസ്സസ് എടുക്കുന്ന ഒരു മനുഷ്യനാണ്. 38 വർഷമായിട്ട് ഈ ഫീൽഡിൽ, അതായത് കിക്ക് ബോക്സ് ജനറലി മാർഷൽ ആർട്ടിൻ്റെ ഫീൽഡിൽ ഉള്ള ഏകദേശം ഒരു 55 വയസ്സിന് മുകളിലുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നൊരു മനുഷ്യനാണ്. അപ്പം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, കോൺഫിഡൻറ്റ് ഇനഫ് ആണെങ്കിൽ പോന്നോളൂ, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ഇതായത്. അപ്പം ആദ്യമൊക്കെ ഞാൻ എൻ്റെ 2 വയസ്സേ ഉള്ളൂ, അന്ന് 2-2.5 വയസ്സേ ഉള്ളൂ എൻ്റെ മോന്. അപ്പോൾ മോനെയും കൂട്ടി ക്ലാസ്സിന് പോകുമായിരുന്നു. അപ്പം ക്ലാസ്സിന് പോയിട്ട് ക്ലാസ്സിൻ്റെ സൈഡിൽ കുട്ടിക്ക് സ്നാക്സും ഞാൻ ഫോണൊന്നും അങ്ങനെ കൊടുക്കില്ല. ആദ്യമായിട്ടായിരിക്കും ഒരാൾ അങ്ങനെ അത് ഈ 30 വയസ്സ് 31 വയസ്സ് ആ സമയം അപ്പോഴാണ്. അപ്പോൾ നല്ല സൈസും ഉണ്ട് ആ സമയത്ത്, നല്ല ശരീരത്തിന് എല്ലാം നല്ല സൈസുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെന്ന് ഡെലിവറി കഴിഞ്ഞ് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇങ്ങനെ മാഷിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത്. അപ്പോൾ മാഷ് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളെ ഏറ്റെടുക്കുകയും, ഇതുപോലെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വലത്തെ കാല് അനങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ മണർകാടുകാർക്കൊക്കെ അറിയാം, ഞാൻ പോയി വണ്ടി ഇങ്ങനെ ക്രീക്ക് ചെയ്ത് നിർത്തിയ അവസ്ഥകളുണ്ട്, കാലൊക്കെ കൊച്ചി പിടിച്ച്. അങ്ങനെ പിന്നെ വെട്ടൈഗോ, നമ്മുടെ തലയിറക്കത്തിൻ്റെ ഇഷ്യൂ അതുണ്ടായിരുന്നു. അത് കുറച്ചൊന്ന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്താൽ തന്നെ എനിക്ക് തലയിറങ്ങുമായിരുന്നു. അപ്പോൾ ഈ ഇഷ്യൂസൊക്കെ കൊണ്ടാണ് ഞാൻ മാഷിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത്. അപ്പം പലരും എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഈ പെറ്റ പെണ്ണ് എന്ന് പറയുന്ന ആ കേരളത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതിലാണ് ഞാനും നിന്നിരുന്നത്. അപ്പം പെറ്റ പെണ്ണാണ് ഇത്രയും എന്താ ഒരു കോമ്പാറ്റ് ലെവലിലുള്ള ഒരു സാധനമൊക്കെ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ, ജിമ്മിലൊക്കെ പോയാൽ പോരെ, യോഗ ട്രൈ ചെയ്യരുത്, പ്രൊഫഷണലി നിൽക്കുന്നു. അതെ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പം എന്നത് ഹാപ്പിയായിട്ട് ഡാൻസ് പഠിക്കാൻ പോയിക്കൂടെ, പാട്ട് പഠിക്കാൻ പോയിക്കൂടെ, അത് പറ്റുന്നവർക്ക് പറ്റും, എനിക്കതിനുള്ള കഴിവില്ല. അപ്പം എനിക്കുള്ള കഴിവ് എന്തെങ്കിലുമല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം എന്താ ഞാൻ അപ്പോൾ ഇതിന് കിക്ക് ബോക്സിങ് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പോയി തുടങ്ങി. ഇതുപോലെ കുട്ടിയെ ഒരു സൈഡിലിരുത്തും, ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യും. ഇടയ്ക്ക് തലയിറങ്ങി വീഴുമ്പോൾ മാഷ് ഇപ്പുറത്ത് കൊണ്ട് നിർത്തും. അപ്പം ഹീ സപ്പോർട്ടഡ് മീ. മാഷ് എന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്താ തലയിറക്കമൊക്കെ ഉണ്ട്, ഇത് പറ്റുന്നതാണെന്ന് തോന്നുന്നില്ല, നിങ്ങൾ ജിമ്മിലേക്ക് തിരിച്ചു പോയിക്കോളൂ എന്ന് അദ്ദേഹത്തിന് പറയായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. ഇനിയും ട്രൈ ചെയ്യൂ. അതായത് ഞാനൊരു സെൽഫ് ഡിഫെൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ട്രെസ് റിലീഫ് എന്നുള്ള രീതിയിൽ ഞാൻ അതിലേക്ക് ഇറങ്ങിയതിന് ശേഷം പക്ഷേ ഒരു കോമ്പാറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ലെവലിലേക്ക് എന്നെ എത്തിച്ചത് സന്തോഷ് കുമാർ മാഷ് മാത്രമാണ്. കാരണം അതെൻ്റെ ഗുരു എന്നുള്ളത്, ഞാൻ ആ ഗുരുത്വത്തിൽ നിന്ന് ഒരിക്കലും മാറാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ ഗുരുവിൻ്റെ കണ്ണിലാണ് എനിക്കിങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായത്. നമുക്ക് ഒരു കോമ്പാറ്റ് ലെവലിലുള്ള ഒരു കഴിവുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവണം. അപ്പം അങ്ങനെയാണ് പിന്നെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടാണ് നമ്മൾ ഓക്കെ നാഷണൽസിന് ഇറങ്ങുന്നോ എന്ന് പറഞ്ഞ് ചോദിച്ചു. അതിന് മുമ്പ് നമുക്ക് ഗ്രേഡിംഗ് ഉണ്ടായിരുന്നു. ഒരു സ്പെഷ്യലിസ്റ്റ്, ഹയർ ആയിട്ടുള്ളൊരു സ്പെഷ്യലിസ്റ്റ് വന്ന് നമുക്ക് നമ്മുടെ സെൻറ്ററിലുള്ള എല്ലാവർക്കും ഗ്രേഡിങ് നടത്തി. അങ്ങനെ ഗ്രീൻ ബെൽറ്റ്, കിക്ക് ബോക്സിങ്ങിൻ്റെ ഗ്രീൻ ബെൽറ്റിലാണ് ഞാൻ. എൻ്റെ മോൻ യെല്ലോ ബെൽറ്റിലാണ്. അവൻ 6 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ അവനെ ഞാൻ കൊണ്ടുപോയി ചേർത്ത് ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിലേ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഞാൻ കതിരെ കൊണ്ടുപോയി വളം വെച്ചതാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കതിരെ കൊണ്ടുവന്ന് വളം വെച്ചതാണെങ്കിൽ പോലും മറ്റുള്ളവരിലേക്ക് എനിക്ക് ആസ് ഏർലി ആസ് പോസിബിൾ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുന്നയാളാണ് ഞാൻ. കിക്ക് ബോക്സിങ് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു, കരാട്ടെ ഉണ്ടായിരുന്നു, ജൂഡോ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് കിക്ക് ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ, കിക്ക് ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ ഉപയോഗിച്ച് നമുക്ക് മാക്സിമം പ്രതിരോധം കൊടുക്കാൻ പറ്റുന്ന ഇതാണ്. ഇപ്പം ഞാൻ 5 അടി, ഇത്രയും ചെറിയൊരു പേഴ്സണാണ്. അപ്പോൾ എൻ്റെ അടുത്തിപ്പോൾ ഒരു 6 അടിയുള്ള നല്ല വെയിറ്റുള്ള ഒരാളെന്നെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ അയാളെ തടുക്കാം എന്നുള്ള വ്യാമോഹമൊന്നും എനിക്ക് ഒരിക്കലും ഇല്ല എൻ്റെ ജീവിതത്തിൽ. പക്ഷേ തിരിച്ച് പ്രതിരോധിക്കാം. ഈ തിരിച്ച് പ്രതിരോധിക്കാന്ന് വെച്ചപ്പോൾ അയാളെ ചവിട്ടി വീഴ്ത്തും അതുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, ഏത് ലേഡിയാണെങ്കിലും ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. നമ്മളൊക്കെ പെട്ടെന്ന് തളർന്നു പോകും ഒരാള് വരുമ്പോൾ. അതാണ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് പൊതുവായി, കാരണം ആണുങ്ങൾക്ക് മൈതാനത്ത് അടി ഉണ്ടാക്കിയെങ്കിലും പരിചയമുണ്ട്, നമുക്ക് അതുപോലും ഇല്ല. അപ്പം നമ്മളിങ്ങനെ നമ്മളെ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ട് കൊണ്ട് നടക്കുന്ന, അതെ നമ്മൾ എന്താ സംഭവിക്കുന്നത് എന്നാലോചിച്ച് നമുക്കൊരു ആ ഒരു സിറ്റുവേഷൻ പോലും നമുക്ക് മനസ്സിലായെന്നിരിക്കത്തില്ല. കൊണ്ട് ചത്ത് കഴിഞ്ഞ് നമ്മൾ അറിയുന്നുള്ള ആ ഒരു അവസ്ഥയാണ് നമുക്ക്. അപ്പം അത് പക്ഷേ ഇങ്ങനത്തെ ഒരു കോമ്പാറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മാർഷൽ ആർട്സിൽ ഇറങ്ങുന്നത് വഴി നമുക്ക് വരാൻ പോകുന്നൊരു പ്രസൻസ് ഓഫ് മൈൻഡാണ്, കോൺഫിഡൻസ് ആണ്, പ്രസൻസ് ഓഫ് മൈൻഡാണ്. അതായത് എൻ്റെ ഈ 60 കിലോ 65 കിലോ വെച്ച് എനിക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇപ്പോൾ പഞ്ചിങ് ബാഗിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ പവറിനെ റിലീസ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത്രയൊക്കെ ഉണ്ട്. അതായത് മറ്റേത് നമുക്കൊരു എന്താ പറയുക, ഒരു സാധനം എടുത്ത് എറിഞ്ഞു പോലും സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പരിചയമില്ല. ഞാൻ ഒട്ടും സ്പോർട്സ് പേഴ്സൺ അല്ലായിരുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ ഇത്രയൊക്കെ ഉണ്ടല്ലേ, ഓക്കെ നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും കാണും. അതായത് പ്രതിരോധിച്ച് കൊന്ന് അല്ലെങ്കിൽ തിരിച്ചാക്രമിച്ച് അതൊന്നുമല്ല, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് എൻ്റെ മക്കളെ വളർത്തണം, ഇത് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതുപോലും മനുഷ്യൻ്റെ അതിമോഹമായി പോകും. കാരണം എപ്പോഴും എവിടെ വേണമെങ്കിൽ, ഞാൻ സർക്കാർ സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആരോടും നോ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല. നമുക്കിപ്പോൾ പേഷ്യൻ്റ് ഏത് രീതിയിൽ വന്നാലും അത് പേഷ്യൻ്റാണ്, നമ്മൾ നോക്കിയിരിക്കണം, അത് ഞങ്ങളുടെ കടമയാണ്. അപ്പോൾ ആ കടമ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവരെന്നെ രക്ഷിക്കാൻ വന്നില്ല, അല്ലെങ്കിൽ സർക്കാരിനെ രക്ഷിക്കാൻ വന്നില്ല, എന്നെ പോലീസ് രക്ഷിക്കാൻ വന്നില്ല, ഇതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആ സിറ്റുവേഷനിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ എൻ്റെ പ്രതിരോധം എൻ്റെ കയ്യിലാണ്. എൻ്റെ ഒരു മോട്ടോ ഉണ്ട്, ഇറ്റ്സ് ലൈക്ക് നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം, നമ്മുടെ പ്രതിരോധം, നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും പ്രവർത്തിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് മുകളിലേക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ ആ ഒരു ഹമ്പിളായിട്ടുള്ളൊരു ആഗ്രഹമാണ്, എൻ്റെ കുടുംബം നോക്കണം, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണം. ഈ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ആ പ്രതിരോധം എന്ന് പറഞ്ഞ് നിൽക്കുന്നതും. എൻ്റെതിനെ പ്രതിരോധമായിട്ട് അല്ലെങ്കിൽ ഒരു ആക്രമണം എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് പ്രതിരോധം എന്ന് മാത്രം ചിന്തിച്ച് ഞാൻ പഠിച്ചൊരു കലയാണിത്. പിന്നെ ഇതിന് മുമ്പും പിമ്പും നമുക്കുണ്ടല്ലോ ഈ ഡോക്ടർ, ഇതിന് മുമ്പ് ഈ കിക്ക് ബോക്സിങ്ങിലേക്ക് സീരിയസ് ആയിട്ട് എത്തുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുണ്ട്. പക്ഷെ ഇപ്പോൾ അതിൽ പ്രകടമായ എന്തെങ്കിലും ഡിഫറൻസ്? ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിന് മുൻപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കോൺഫിഡൻസിലുള്ള വ്യത്യാസമാണ്.
പിന്നെ അപ്രോച്ച്. കാരണം ഞാൻ അത്ര വലിയ ഡിസിപ്ലിൻഡ് പേഴ്സൺ എന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ ഈ മാഷിൻ്റെ അണ്ടറിൽ പഠിക്കാനുള്ള റീസണെ എന്നെ ഏറ്റവും ഡിസിപ്ലിനുള്ളൊരു പേഴ്സണാക്കി അദ്ദേഹം മാറ്റി എന്നാണ് പറയാൻ പറ്റുന്നത്. കാരണം ഈ മാർഷൽ ആർട്ട് പഠിക്കുമ്പോൾ നമ്മളുടെ ഗുരു എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം എന്നെ വേണമെങ്കിൽ ഒരു കൂലിത്തല്ലുകാരിയാക്കി മാറ്റായിരുന്നു. കാരണം ഇപ്പം എൻ്റെ മേത്ത് ഇത്രയും പവറുണ്ട്, എന്നാൽ നീ അവിടുത്തെ ആ റിങ്ങിപ്പോയി ഇറങ്ങിക്കോ, ഈ റിങ്ങിപ്പോയി, എത്രയോ റിങ്ങുകൾ നടക്കുന്നുണ്ട്, ഇപ്പം എത്രയോ അസോസിയേഷനുകളുണ്ട്. അപ്പോൾ ഈ ടൂ മെനി അസോസിയേഷൻസ് ഉണ്ട്, ഷോ ഫൈറ്റുകളുണ്ട്, പൈസയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് അവിടെ ഫീമെയിൽസും ഉണ്ട്, പലയിടത്തും ഫീമെയിൽസ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം പോയി ഫൈറ്റ് ചെയ്തോ എന്ന് പറഞ്ഞ് എന്നെ ഇറക്കി ഇതാക്കായിരുന്നു. അങ്ങനെയൊന്നുമല്ല. ഡിസിപ്ലിൻ, അതായത് എന്നോട് തട്ടാമി കയറുന്നതിന് മുമ്പ് മാഷ് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കാത്ത എന്തെങ്കിലും, അത് ഞങ്ങളെ ഇറക്കിയ എല്ലാവരോടും പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാത്ത എന്തെങ്കിലും അവിടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ക്ലാസ്സിൽ വരണ്ട. അതാണ് അദ്ദേഹത്തിൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. കാരണം ഇതൊരു ആർട്ടാണ്, ഇതൊരു ദൈവം അനുഗ്രഹിച്ച് കിട്ടുന്ന ഒരു കലയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ ഒരാളെ തല്ലിക്കൊല്ലാനോ ഇതൊന്നുമല്ല, അങ്ങനെയല്ല. അപ്പോൾ സ്വയം പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഞങ്ങളിൽ ആരെങ്കിലും, ആ ക്ലാസ്സിൽ ഉള്ള ഞങ്ങളിൽ ആരെങ്കിലും പുറത്തു പോയൊരു മോശ സ്വഭാവം കാണിച്ചു നേട്ടാൽ പിന്നെ ഞങ്ങൾക്ക് ക്ലാസ്സിൽ പ്രവേശനമില്ല. ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലും നമ്മൾ ഇതൊക്കെ അറിയാമെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ ഒരു 36 വയസ്സായ ഒരു സ്ത്രീയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചൊരു ഡിസിപ്ലിൻ നാച്ചുറലി ഉണ്ടാവും. പക്ഷേ അതല്ല അവിടെ പഠിക്കാൻ വരുന്നൊരു 15 വയസ്സുകാരൻ ചെയ്യുന്നത്. അവനിത് പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവൻ ഓടിപ്പോയി പുറത്ത് പോയത് കാണിക്കാനും എന്നെ തല്ലാമെന്ന് തിരിച്ചെന്താണെന്ന് ചോദിക്കാനും ഒക്കെയാണ് അവൻ്റെ മനസ്സിലുണ്ടാവുന്നത്. പക്ഷേ അതൊരിക്കലും പർട്ടിക്കുലർലി ഈ മാഷിൻ്റെ അണ്ടറിൽ പഠിക്കുമ്പോൾ ഒരിക്കലും അത് ഉണ്ടാവത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡിസിപ്ലിൻ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോനെ അവിടെ ചേർക്കാൻ കാരണം. ഞങ്ങൾ ഒത്തിരി ലേഡീസ് ഞങ്ങൾ വരുന്നുണ്ട്, ഒത്തിരി കുട്ടികൾ അവിടെ പഠിക്കാൻ വരുന്നുണ്ട്. യാവോലാൻഡ് സ്പോർട്സ് സെൻറ്റർ വൈസ്കരക്കുന്ന്, അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഒത്തിരി പേര് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരിക്കലും ഒരു ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ പുറത്തേക്ക് ഇറങ്ങത്തില്ല. ഇപ്പോൾ ഈ മദ്യവും മയക്കുമരുന്നും അതും ഇതും എല്ലാം വളരെ കൂടി നിൽക്കുന്ന ഒരവസ്ഥയിൽ ലൈഫിൽ ഡിസിപ്ലിനാണ് ആവശ്യം. അപ്പോൾ ആ ഡിസിപ്ലിൻ കിട്ടുന്ന ഏത് സ്ഥലത്താണോ അവിടെ നിങ്ങൾ പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമുള്ള ആൻസറാണ് ഞാൻ കേട്ടത് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനി കോൺഫിഡൻസ് ആണ് അങ്ങനെ, പക്ഷെ അതൊന്നുമല്ല, ഒരു ഡിസിപ്ലിനാണ് ഇതിൽ നിന്ന് പഠിച്ചെന്ന് പറയുമ്പോൾ എനിക്കത് അങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ വലിയ അത്ഭുതം തോന്നുവാണ്. അത് നല്ലൊരു കാര്യമാണ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഡോക്ടറെ ഇപ്പോഴത്തെ ഒരു വർക്ക് എവിടെയാണ് ജോലി ചെയ്യുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ, അതും ഈ പ്രാക്ടീസും തമ്മിൽ എങ്ങനെയാണ് അതുകൂടെ ഒന്ന്, കാരണം മത്സരങ്ങൾക്കും പോകുന്നുണ്ടല്ലോ ഇതിനിടയ്ക്ക്, അപ്പം അങ്ങനെ സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അത് ഞാനിപ്പോൾ CHC കൂടല്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ സൂപ്രണ്ടുണ്ട്, നമ്മളുടെ സഹപ്രവർത്തകരുണ്ട്. അപ്പം ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒത്തൊരുമിച്ചൊരു പ്രവർത്തനമാണെന്ന് തന്നെ പറയാം. കാരണം നമ്മളൊരു സർവീസിൽ നിൽക്കുന്ന ഒരു ലേഡി എന്നുള്ള രീതി പറയുമ്പോൾ എനിക്ക് കുടുംബത്തിൻ്റെ കാര്യം നോക്കണം, ഒപ്പം തന്നെ ജോലിയുടെ കാര്യങ്ങളും എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ അവിടുത്തേതുമുണ്ട്. അപ്പോൾ ഇവരെല്ലാം എനിക്കൊപ്പം നിന്ന്, എനിക്കിപ്പം ലീവ് എടുക്കേണ്ട അവസ്ഥകൾ വരും. അപ്പോൾ ലീവ് എടുക്കേണ്ട അവസ്ഥകൾ വരുമ്പോഴത്തേക്കും അതിന് സൂപ്രണ്ടിൻ്റെ അനുവാദം വേണം, എൻ്റെ കൂടെയുള്ളവർ അതിന് കോപ്പറേറ്റ് ചെയ്യണം. അപ്പം അതൊക്കെ എനിക്ക് ധാരാളം രീതിയിൽ നല്ല കോപ്പറേഷൻ ഉണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വേറൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അസൂയപ്പെടുകയല്ല അവർ ചെയ്യുന്നത്. അവരത് ചെയ്യട്ടെ, മാഡം ചെയ്യണം, മാഡം പോകണം, മാഡം അത് ചെയ്യണം എന്ന്, അത് അങ്ങനെയൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റും കൂടെ എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഫാമിലി എൻവയോൺമെൻറ്റ് ആണെങ്കിലും അതെ, അവരാണെങ്കിലും അതായത് അവർക്ക് ആകപ്പാടുള്ളൊരു കൺസേൺ വീട്ടിലെന്ന് വെച്ചാൽ അവർക്ക് പേടിയുണ്ട്. കാരണം സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. കാരണം നമ്മൾ എന്ന് വെച്ചാൽ ഈ ഇടിയാണല്ലോ, അപ്പം അത് അതെ. അപ്പം അമ്മയ്ക്കൊക്കെ ദൈവമേ എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ ഈ ദ സർക്കോൾഡ് കൺസെപ്റ്റ് പെറ്റ പെണ്ണ്. അപ്പം നിനക്കിത് പോയി ഈ ഇടി മുഴുവൻ മേടിക്കേണ്ട കാര്യമുണ്ടോ, ഇത് പഠിക്കാൻ ഇടി മേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന്, അതാണ് അവരുടെ ചോദ്യം. അപ്പോൾ ആ സേഫ്റ്റിയെക്കുറിച്ച് ഇവിടെയും അവിടെയും എല്ലായിടത്തും, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ഒക്കെ സേഫ്റ്റിയെക്കുറിച്ചുള്ള കൺസേൺസ് ഉണ്ട്. ഡോക്ടറെ, മത്സരങ്ങൾക്ക് തീർച്ചയായിട്ടും പങ്കെടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം ഏതൊക്കെ മത്സരങ്ങളാണ്, എവിടേക്കായിരുന്നു, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം. നമുക്ക് കേരളത്തിൽ ഗ്രേഡിംഗ് ആയിരുന്നു ആദ്യം നടന്നത്. അതിനുശേഷം നാഷണൽസിലേക്ക് സെലക്ഷൻ ആയിരുന്നു. അപ്പോൾ ആ നാഷണൽസിൽ വെച്ചിട്ട് ജയ്പൂർ വെച്ചാണ് നടന്നത്. ഏപ്രിൽ 18 മുതൽ 20 വരെ ജയ്പൂർ വെച്ചാണ്, ഈ കഴിഞ്ഞ ഏപ്രിൽ 18 മുതൽ 20 വരെ ജയ്പൂർ വെച്ചാണ് നടന്നത്. അപ്പോൾ മത്സരം എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. കാരണം ഒബ്വിയസ്ലി എൻ്റെ ഏജ്, എല്ലാവരും ഏജ് ഗ്രൂപ്പിൽ വേറെ ആരുമില്ലായിരുന്നു. 22 മേളിലുള്ള പെൺപിള്ളേരുണ്ടായിരുന്നു എന്ന് തന്നെ സംശയമാണ്. വളരെ ആരുമില്ലായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഉണ്ടായിരുന്നു, പേരൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ എക്സ്പീരിയൻസ് പറഞ്ഞില്ല, തലേ ദിവസം എന്നോട് കുട്ടിയെ കൊണ്ട് വന്നതാണോ എന്നാണ് അവർ ചോദിച്ചത്. അപ്പം നമ്മളപ്പോൾ അത്രയും ഫണ്ണിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് അവിടെ വെച്ചുണ്ടായി. അപ്പോൾ പക്ഷേ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നു, നമ്മൾ ആ ഈ ഏജിലും നമ്മൾ ചെന്നല്ലോ എന്നുള്ളത് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു
ഒന്ന് നമ്മുടെ ഈ ഏജിൽ അവിടെ ചെന്ന് കയറുമ്പോൾ എനിക്കിനി ഒരു മത്സരം ഇല്ല എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ കയറുന്നത്. കാരണം എല്ലാവരും റിട്ടയർ ആവുന്ന ഏജിലാണ് ഞാൻ അവിടെ ഒന്ന് കാല് തൊടാൻ തന്നെ ചെന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ പോകാൻ പറ്റി എന്ന് പറയുന്ന ഒരു നാഷണൽ പ്ലെയർ തന്നെയല്ല. ഈ ഒരു മത്സരം എനിക്ക് ശരിക്കും കണ്ടിട്ട് ഇച്ചിരി ടെൻഷനായി. ഇടി ഏത് വഴി കിട്ടുമെന്ന് പറയാൻ പറ്റുകയില്ല. നമ്മൾ പഠിക്കും, സെൽഫ് ഡിഫെൻസ് അതൊക്കെ ഓക്കെ. ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല പാട് തന്നെയായിരുന്നു. നല്ല കാരണം നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഏജിലൊക്കെ ഇങ്ങനെ ഒരു ഇടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടിയതാണ്. അത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു ഫാക്ടറാണ്. റിസ്ക് തന്നെയാണ്. കാരണം അതൊക്കെ ചോദിച്ചിട്ട് തന്നെ നമ്മളോടെല്ലാം ചോദിച്ച് നമ്മുടെ കൺസെന്റോട് കൂടി തന്നെയാണ് അവരെ ഇറക്കുന്നത്. എല്ലാം ലീഗലി എല്ലാം ഒരു മത്സരം എന്ന് പറയുമ്പോൾ മൈൻഡൊക്കെ മാറും അല്ലേ? ഭയങ്കരമായിട്ട് മാറും. അതിന് റൂൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം മാറും. നമ്മളവിടെ റിങ്ങിനകത്ത് നിൽക്കുന്ന അവസ്ഥ തന്നെ ഞാനല്ലേ തലേ ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ച് സ്പോർട്സിനെല്ലാം എനിക്ക് ഇറങ്ങാമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിനെക്കാട്ടിലും എനിക്ക് മറ്റേതിന് എന്നെ ഇറക്കുമോ ഇല്ലയോ എന്നുള്ളത് ഭയങ്കര സംശയമായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം നമ്മുടെ കേരളത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അവിടെ ചെന്ന് സംസാരിച്ച് എനിക്കൊന്ന് റിങ്ങിൽ ഇറങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷേ പിന്നെ പിറ്റേ ദിവസം ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഒപ്പണൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒപ്പണൻ്റ് പക്ഷേ വെയിറ്റ് വിഭാഗത്തിൽ എന്നെ ഇറക്കി. പ്രായം എന്നൊരു വിഭാഗമല്ല, വെയിറ്റ് വിഭാഗം -70 kg എന്നും പറഞ്ഞുകൊണ്ട്. എൻ്റെ 65 കിലോ, ആ കുട്ടി 70 കിലോ അടുപ്പിച്ചെങ്ങാണ്ടാണ്. അപ്പോൾ ആ -70 kg എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലാണ് എന്നെ വെയിറ്റ് വിഭാഗത്തിൽ അവർ മത്സരത്തിന് ഇറക്കി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മത്സരങ്ങൾ ഇനി എൻ്റെ ഈ പ്രായം ഒരു പ്രശ്നമല്ലെങ്കിൽ ഉറപ്പായിട്ടും നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ കുടുംബം ചില അച്ഛനമ്മ, ഹസ്ബൻഡ് വീട്ടിൽ അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. ഇവിടെ അച്ഛനമ്മ, അനിയത്തി. ഹസ്ബൻഡ് ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരു 6 വയസ്സുകാരൻ ആദിശേഷ്, പിന്നെ ഒരു 4 വയസ്സുകാരി ബാനി ദ്രൗപദി. 2 മക്കളാണ്. ഞാനിപ്പോൾ ഇവിടെ അച്ഛനമ്മയുണ്ട് എൻ്റെ കൂടെ. പിന്നെ എൻ്റെ സിസ്റ്ററായിരുന്നു. എല്ലാവരും അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു. സിസ്റ്റർ ബാംഗ്ലൂരാണ്. അപ്പോൾ അവൾ പർട്ടിക്കുലർലി ഞാൻ കോമ്പറ്റീഷന് പോകുന്ന, ഞാൻ കുട്ടികളെ മാറി നിന്നിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ കോമ്പറ്റീഷന് പോകണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവളാണ് പറഞ്ഞത്, അതായത് അനുചേച്ചി എന്താണേലും പോകണം, കാരണം ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഇവരനുസരിക്കുന്നത് അവളെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ലീവ് എടുത്ത് ഇതിനു വേണ്ടി വന്നു. അവളും ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു, കുട്ടികളെ നോക്കി. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ടാട്ടോ എനിക്ക് പോകാൻ പറ്റിയത്. അപ്പം ജനറലി മൊത്തം ഫാമിലി, ഹസ്ബൻഡ് ഫാമിലി, ഇവിടുത്തെ ഫാമിലി, എല്ലാം ഫാമിലി, നമ്മൾ അതിൽ നിന്നൊരു സന്തോഷം കണ്ടുപിടിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, അത് വളരെ അങ്ങനെ ഒരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. നമ്മളിപ്പം നമ്മുടെ വ്ളോഗ് തുടങ്ങിയത് തന്നെ ഡോക്ടർ നന്ദനയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് വരുന്നുണ്ട്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പുതിയൊരു തലമുറയിൽ വരുന്ന ഈ മെഡിക്കൽ ഫീൽഡിലാകട്ടെ വേറെ ഏത് ഒരു ഇതിലാകട്ടെ വരുന്ന ഒരു പുതിയ കുട്ടികളോട് ഡോക്ടറുടെ ഈ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് ഒരു മെഡിക്കലും പ്രത്യേകിച്ച് പിന്നെ ഈ ഒരു കിക്ക് ബോക്സിങ് എന്തെങ്കിലും പറയാനുണ്ടോ അവരോട്? ഉപദേശം നല്ല എന്തെങ്കിലും ഒരു കമൻറ്റ് അവരോട് പറയാനുണ്ടോ? അതെ, എനിക്ക് ഏത് ഏജിലുള്ള ആൾക്കാരും, കുട്ടികളോടൊന്നും മാത്രമല്ല, ഏത് ഏജ്, അത് ജീവിച്ചിരിക്കുന്ന ഏത് ഏജിലുള്ള ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് അവനവൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഒരു പ്രതിരോധം എന്നുള്ള രീതിയിൽ ഇതിനെ കാണാമെങ്കിൽ പോലും അവനവൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടിയിട്ട് നിങ്ങളായിട്ട് ഇറങ്ങണം. അത് ചെറിയ പ്രായത്തിൽ നമ്മളുടെ കൂടെ പണ്ട് നമുക്ക് കളികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, മുറ്റത്തിറങ്ങി പണിയുമായിരുന്നു, പറമ്പിലിറങ്ങി പണിയുമായിരുന്നു. ഇന്ന് എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ ഉള്ളിലേക്ക് കൂടുതൽ വലിയാണ് ചെയ്യുന്നത്. അപ്പം അതിന് പകരം കുറച്ചുകൂടെ പുറത്തേക്ക് ഇറങ്ങുകയും കുറച്ചുകൂടെ ആരോഗ്യം ശ്രദ്ധിക്കുകയും, അത് ഏത് ഫീൽഡും, ഇപ്പോൾ എനിക്ക് പർട്ടിക്കുലർലി കിക്ക് ബോക്സിങ് ഇഷ്ടമാണ്. അപ്പം എല്ലാവർക്കും ഓരോരോ ഇഷ്ടപ്പെട്ട ഫീൽഡുകൾ കാണും, ഓരോരോ പാഷനുകൾ കാണും. അപ്പം എനിക്കിതിനകത്തുനിന്ന് പറയാനുള്ളത്, ഏജ് ഈസ് നോട്ട് എ ബാരിയർ. നിങ്ങൾക്കായിട്ട് 1 മണിക്കൂർ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങളുടെ ആ പാഷനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനും ആ രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോകാനും, അത് ചിലപ്പോൾ ഇതുപോലത്തെ മാർഷൽ ആർട്സ് ആണെങ്കിൽ ഒരു പ്രതിരോധം എന്നതൊരു ആഡഡ് ബെനിഫിറ്റ്, ആരോഗ്യം പ്രതിരോധം എന്ന് പറയുന്നത് ഒരു ആഡഡ് ബെനിഫിറ്റ് എന്നേ ഉള്ളൂ. അല്ലാതെ ഏത് പാഷനും തിരിച്ചു പിടിക്കേണ്ടിയിട്ട് പ്രായം ഒരു പരിധിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഡോക്ടറുമായിട്ട് ഞാൻ ചിലവഴിച്ച സമയം, നമ്മളൊക്കെ എത്ര സമയങ്ങളാണ് വേസ്റ്റ് ചെയ്തതെന്ന് ഓർത്ത് എനിക്കിപ്പോൾ ശരിക്കും വിഷമം വരുന്നുണ്ട്. എല്ലാവരും, പ്രത്യേകിച്ചും ഡോക്ടർ ഇപ്പോൾ ഒരു 35 ഒക്കെ ആയുള്ളൂ, എന്നെപ്പോലെ 40+ ആയോ എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും നല്ലൊരു വീഡിയോ, എല്ലാവർക്കും വളരെ പ്രയോജനകരമായ ഒരു വീഡിയോ ആയി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു സോ മച്ച്.